ഹായ് നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മീനച്ചാറാണ് കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ മീൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോളം വെച്ചേക്കണം. അതിനുശേഷം ഇനി വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. അതും ഇത്തിരി കൂടുതൽ വേണം, അതും അരിഞ്ഞു വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച ശേഷം മീന് കഷ്ണങ്ങളിട്ടൊന്ന് പൊരിച്ചെടുക്കാം. മീൻ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം കേട്ടോ. മീൻ അച്ചാറിട്ട് കുറച്ച് നാൾ വെച്ചിരിക്കാനുള്ളതല്ലേ, അല്ലെങ്കിൽ അത് അഴുക്കായി പോകും. അതുകൊണ്ടാണ് ഇതുപോലെ കിലുകിലാന്ന് കേൾക്കുന്നത് വരെ മീൻ വറുത്തെടുക്കണം. അത് നോക്കിയിട്ട് ഇത് കണ്ടില്ലേ, പാത്രത്തിലിടുമ്പോൾ ഇതുപോലെ സൗണ്ട് കേൾക്കണം. ഇനി വേണ്ട പൊടികൾ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഇത്രയാണ്. അതൊക്കെ നമ്മുടെ മീനിൻ്റെ ആവശ്യത്തിന് അളവിനനുസരിച്ച് എടുക്കാം. ആ പാൻ തന്നെ വെച്ചിട്ട് അതിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. കറിവേപ്പില വേണമെങ്കിൽ ഇടാം കേട്ടോ, ഞാൻ ഇട്ടിട്ടില്ല. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതായത് അത് പൊരി വരാന്ന് മൂക്കണ്ട, അതുപോലെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പും ചേർക്കാം. ഇനി നമുക്ക് ഈ പൊടികൾ ചേർക്കാം. പൊടികൾ ചേർത്തിട്ട് നല്ല മൂത്ത മണം വരുന്നത് വരെ ഒന്ന് ഇളക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് മീന് കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വിനാഗിരി ചേർക്കാറ് കേട്ടോ. അത് തണുത്ത് കഴിഞ്ഞിട്ട് വിനാഗിരി ചേർത്ത് ഇളക്കി കുപ്പിയിൽ അടച്ചു വയ്ക്കാം. അടിപൊളി മീനച്ചാറ് റെഡി.